ചേച്ചി ശരിക്കും വില പറ. 3000 രൂപയാ. ഓ അത് കൂടുതലാണല്ലോ. എന്നാ കുടുംബത്തോട് പൊക്കോ, വേഗം പൊക്കോടാ. പോടാ പഠിക്കുന്ന 3000. ഓ പച്ച മീനിനെ കണ്ടിട്ട് അവൻ പറയുന്ന കണ്ടില്ലേ? 3000 വേമ്പാ. 2000 നിനക്ക് വേണം. 2000 നീ എനിക്ക് കുറച്ച് കാശ് തരാണ്ടല്ലോ. പറ്റെങ്കിൽ പറ്റ എടുത്തോണ്ട് പോക്കാ. ഒന്ന് അങ്ങോട്ട് പൊക്കിക്കൊടാ. നീ എന്താണ് നോക്കിക്കടാ? നന്നായിട്ട് കോരി എടുക്കടാ. ചതക്കരുത്. നിക്ക് എനിക്ക് നീ കാശ് തരാനുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയി മീൻ വാങ്ങിച്ചല്ലേടാ? അത് കറങ്ങി ഞാൻ പോയി വാങ്ങിക്കും. എന്റെ പൂജാമോളന്ന് SI വന്നോട്ടടാ. നിന്നെ കാണിച്ചു തരാവടാ. അപ്പൊ ഞാനവിടെ കെട്ടൂലേ? പിന്നെ നിന്നെ ഒട്ടും ഇറക്കടാ. പിന്നെ എടാ ഇറക്കാൻ ഇന്നാ ഇറക്കി. മാന്യരെ, കഴിഞ്ഞ സുനാമി ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അമ്പിളി എന്ന പെൺകുട്ടിയുടെ വിവാഹ ധനശേഖരണാർത്ഥം കുറുക്കന്തറ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പഴശ്ശിത്തമ്പുരാൻ എന്ന നാടകത്തിനുള്ള സംഭാവന ജനഹൃദയങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതാണ്. ഈ നാടകം പ്രശസ്ത സംവിധായകൻ പ്രേം ലൂയിസ് സംവിധാനം ചെയ്യുന്നു. അതുകൊള്ളാം, ഗംഭീരമായിട്ട്. അപ്പൊ എത്ര എഴുതുന്നുണ്ട്? ആർക്കെ നേർ സാറ് വിദേശ മലയാളിയല്ലേ? 1000 രൂപ ഒട്ടും കുറയ്ക്കണ്ട. പിന്നെ RK സാറ് അമേരിക്കയിലെ പഴശ്ശിരാജാവിനൊരു കളി പൊങ്ങിയതാണ്. തമ്പുരാനല്ലേ? തമ്പുരാൻ, പഴശ്ശി തമ്പുരാൻ. അതെ. എന്നാ നാടകമെന്നറിയാം ഞങ്ങളുടെ. സാറിന്റെ ഭാര്യ അമേരിക്കയിലായി പോയത് കഷ്ടമായി പോയി. അതെന്താ? അല്ലെങ്കിൽ സാറിന് ഒരു ഫാമിലി പാസ് തരായിരുന്നേ. അതെ അതെ. അതൊന്നും വേണ്ട. ഏതായാലും സുനാമി ദുരന്തത്തിൽപ്പെട്ട ഫാമിലിയുടേതല്ലേ, ഒരു 10 എഴുതിക്കോ. എടാ 10 അല്ലടാ 10000. പിന്നെ കൃത്യമായിട്ടും റെസിപ്റ്റ്. അതിനല്ല ഞങ്ങൾ ഈ കുറ്റം കൊണ്ട് നടക്കുന്നേ. 10 തൊലിയോ? ഇങ്ങനെയുള്ള കുറെ വെടക്ക് വിദേശ മലയാളികളാ, നല്ല വിദേശ മലയാളികളുടെ പേരുകളാ നിൽക്കുന്നത്. അതെ. അവന്റെ പൈസ വേണ്ട, ഒന്നും വേണ്ട. അല്ല ഇവരോട് 10 വേണം. എന്ത് 10 രൂപ തന്നെ? ഇങ്ങനെയാണോ ഒരു സംഭാവന വരുന്നത്? ഇയാള് വിദേശ മലയാളി ഒന്നല്ല, ഇയാളുടെ പെണ്ണുപിള്ള വിദേശ മലയാളി. കണ്ടില്ല തലയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കണേ, നാണല്ലാത്ത വിദേശ മലയാളി. നാട്ടുകാരെ എല്ലാവരും കേട്ടോ, വിദേശ മലയാളി നിൽക്കുന്നു. വിദേശ മലയാളിയാണ് പോലും വിദേശ മലയാളി. ഇവൻ പിച്ചക്കാരൻ, തുണി പോലും കാശില്ലാതെ. നാടകത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടായിരിക്കും അല്ലേ മണി? എന്ത് പറയാനാ വർഷേ, എല്ലാ വർഷത്തെയും പോലെ ഷേക്സ്പിയറിന്റെ നാടകമായിരുന്നെങ്കിൽ ഡ്രസ് എല്ലാം ക്ലബിലുണ്ടായിരുന്നു. ഇതിപ്പോ പഴശ്ശി തമ്പുരാനല്ലേ? അമ്പലത്തിലെ ശാന്തിപ്പുളി മുടക്കിയിട്ട് ഇതിനൊക്കെ ഇറങ്ങി തിരിക്കണോ? എന്താ അഭിനയം അത്ര മോശപ്പെട്ട തൊഴിലാണോ? നോക്കിക്കോ, ഞാൻ അഭിനയിച്ച് ഒരിക്കൽ അഭിനയത്തിന്റെ ചക്രവർത്തി പദത്തിലെത്തും. അന്നെല്ലാ സൗഭാഗ്യങ്ങളും എന്നെ തേടിയെത്തും. അതുവരെ നല്ലപോലെ ഒന്ന് കഷ്ടപ്പെടണം. ദാ നോക്ക്, എന്റെ മുഖത്ത് ഭാവങ്ങൾ മിന്നി മറയുന്നത്. വേണ്ടായിരുന്നു, നീ കളിയാക്കണ്ടേ, നോക്കിക്കോ. യാത്രയൊക്കെ സുഖമായിരുന്നായിരിക്കും അല്ലേ? വരുമ്പോ തന്നെ അറിയാം. പാലം വയ്യ കിടക്കണം. ഇവിടുത്തെ ഒരു ഗ്രാമത്തിലെ പാലം മതിയെ. അങ്ങനെ ഞങ്ങള് കുറുപ്പന്തറ തിയേറ്റേഴ്സിലെ കലാകാരന്മാരാ. ഓ മനസ്സിലായി. ഒന്ന് പിടിക്കാമോ? എവിടെ പിടിക്കണ്ടേ? ഇതൊന്ന് പിടിച്ചാ മതി. വേണ്ട, സഞ്ജയമായൊക്കെ ഞാൻ പഠിച്ചു. നല്ല നല്ല ഡയലോഗ് ഉണ്ടാവല്ലോ അല്ലേ? ഓ പഴശ്ശി തമ്പുരാൻ ത്രില്ലടിച്ചിട്ട് വയ്യ. പിന്നെ പ്രേം ലൂയിസ് ആശാൻ സംവിധാനം ചെയ്യുമ്പോ അതിന്റെ സുഖമൊന്ന് വേറെയാ. ആശാൻ ഇന്ന് വരില്ല, നാളെ വരും. അതെന്താ? ആശാൻ ബാറില്ല. ബാറിലോ? അയ്യോ, ഇതാ ബാറല്ല, ഇത് ബാർ അസോസിയേഷൻ കുന്നംകുളോ. അവിടെ നാടകോത്സവം നടക്കുക. ആശാൻ അവിടുത്തെ ജഡ്ജാ. ആശാന്റെ ഒരു ഭാഗ്യം. കുട്ടി എന്തായാലും ഇവിടെ കളിക്കാൻ വന്നതല്ലേ? ഇത് പിടിച്ചാ പോയെന്താ? 1 2 3 4 5. അപ്പൊ വേണമെങ്കിൽ ചക്ക കായ്ക്കും. വാ. ഈ ആർക്കയുടെ ചില എന്തിനു തൊഴിലാടേ ഇത്? നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? നടിക്ക് ഫുഡ് വേണ്ടായോ? ഞാൻ അത് വാങ്ങാൻ പോയതാ. നടിക്കുള്ള അക്കോമഡേഷൻ ശരിയാക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? അത് മൈമൂണ് ശരിയാക്കുന്നുണ്ടെന്ന് ചാത്തുമ്മാന്റെ ചായ്പില്ലേ. വാ, റിഹേഴ്സൽ ക്യാമ്പിലേക്ക് പോവാ. അതൊക്കെ ഒന്ന് തള്ളിയിട്ട് കേറടേ. ഓ സമാധാനമായി. ഇനി DD ഇങ്ങോട്ട് എടുത്തു വെച്ച പിന്നെ സുഖമായിട്ട് നാടകം കളിക്കാം. അതൊക്കെ നമ്മൾ വേണോ? ആ രാജേഷിനെ പറഞ്ഞു വിട്ടാ മതി. രാജേഷോ? ഓൾ ഫോർ യു. അതാണോ? അതെ, എടുത്തോ, എല്ലാം എടുത്തോ. ഓക്കെ ഓക്കെ. എല്ലാം മണികണ്ഠൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 4 മണിയാൻ പറ്റിയാ പോരെ? അത് മതി. പക്ഷെ സൂക്ഷിച്ചു പോകണം, കള്ളന്മാരധികമുള്ള കാലോ. എന്റെ അടുത്താണോ കള്ളന്മാർ? അവതരിപ്പിക്കുന്നു പഴശ്ശി തമ്പുരാൻ. കുറുക്കന്തറയുടെ അഭിമാന താരങ്ങൾ അണിനിരത്ത്
എഴുതുന്ന പഴശ്ശി തമ്പുരാൻ ആര് കേൾക്കാനോ എന്തോ കുറെ വയലും കൊപ്പും മാത്രം അത് മൈക്കിടെ കേട്ടു. പഴശ്ശി തമ്പുരാൻ പഴയവരെയും ഞങ്ങൾ സ്കൂൾ മൈതാനത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണേ, ആരുമില്ലാതിരിക്കല്ലേ. കുറുക്കന്തറയുടെ അഭിമാന താരമായ മണികണ്ഠൻ പഴശ്ശി തമ്പുരാനെ അവതരിപ്പിക്കുന്നു. ഇതുവരെ കാണാത്തൊരു പഴശ്ശി തമ്പുരാൻ, ആരും കേൾക്കാത്തൊരു പഴശ്ശി തമ്പുരാൻ. വരൂ, കാണുക, ആസ്വദിക്കുക, ഞങ്ങളുടെ പഴശ്ശി തമ്പുരാനെ വിജയിപ്പിക്കുക. അതിനൊപ്പം തന്നെ തലക്ക ചന്തുവിനെ അവതരിപ്പിക്കുന്ന എന്നെയും വിജയിപ്പിക്കുക. നേരത്തെ കടകൾ അടച്ച് എല്ലാ സഹോദരന്മാരും സ്കൂൾ മൈതാനത്തിലേക്ക് എത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മിസ്റ്റർ പഴശ്ശി തമ്പുരാൻ, കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടക്കുളത്തില് ഇപ്പഴിടയിലോ എനിക്ക് ഈ കോട്ട നടത്ത് മാറ്റാം. നമുക്ക് കോട്ടകൊത്തളങ്ങൾ ഭീരങ്കി വെച്ച് തകർക്കും. എടാ മൈമുണ്ണി, എന്നാടാ നമ്മുടെ നാടകത്തിന്റെ പേര് പഴശ്ശി തമ്പുരാൻ നല്ലേടാ. അതെ, ഇതിനകത്തൊരു നാറാടത്ത് പണത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നീ ചെയ്യണ ജോലി ചെയ്യടാ. എടാ പഴശ്ശിനെ, നീ എവിടെ വാളു വെച്ചേ? ഞാൻ വാഷ് ബേസില്ല വാള് വെച്ചത്. നീ വെള്ളം അടിച്ച് വാളു വെച്ച കാര്യമല്ല, എന്റെ വാളം തിന്ന്. അതാണോ? അത് ഇനിയിപ്പോ ഞാൻ തന്നെ നോക്കണം. ഇതായിരിക്കുന്നു. അവിടെ നിന്നോട്ടെ. മണിയണ്ട, ഓ, ഇനി പരിപാടി ബുക്ക് ചെയ്യുമ്പോ കമ്മിറ്റിക്കാരോട് പറഞ്ഞ് രണ്ട് കൈയും കൂടെ ബുക്ക് ചെയ്യും. അതെന്തിനാ? എനിക്ക് ചൊറിയാനാടേ. എടാ, അതിന് നല്ല സോപ്പിട്ട് 2 നേരം കുളിച്ചാൽ മതി. അയ്യോ, 2 നേരം കുളിക്കുന്ന ഒരാളെ കണ്ടു. എനിക്ക് ഇരിക്കാൻ വയ്യടേ. ഉണ്ടായിരിക്കെ, നാടാൻ തുടങ്ങാറായി. പരമ കഷ്ടം. മാന്യരെ, കുറുക്കന്തറ ഗ്രാമം ഉത്സവ ലഹരിയിലാണ്. ഒരു നല്ല ചാകരക്കോള് കിട്ടിയ ലഹരിയിലാണ് ഞാനും എന്റെ ചങ്ങാതിമാരും. അനാഥയായ അമ്പിളി സനാഥയാവാൻ പോകുകയാണ്. ഒന്നുമില്ലെങ്കിൽ അയ്യപ്പന്റെ പ്രസംഗം തകർക്കുകയല്ല. അമ്പിളിയുടെ വിവാഹത്തിനായി പിരിഞ്ഞു കിട്ടിയ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യുകയാണ്. DD കൈമാറുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമ സീരിയൽ നടനായ അഷറഫ് ദിവാനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്പിളിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സീരിയലിലൂടെ എനിക്ക് നിറഞ്ഞ പ്രോത്സാഹനം തന്ന് എന്നെ വളർത്തിയ ഏവർക്കും എന്റെ പ്രണാമം. ഈ പ്രസംഗം എപ്പോ കഴിയും? വിശന്ന് ഊപ്പാട് വരണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മിറ്റിക്കാരോട് പറയാം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേജിൽ കയറാം. വേണ്ടടാ, ഇനിയിപ്പോ ഏതായാലും അഭിനയം കഴിഞ്ഞിട്ട് മതി. നിന്റെ അഭിനയം കണ്ട ആർക്കും ചാപ്പാട് കിട്ടില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ കയറും. ഈ ഗ്രാമത്തിലെ ചുണക്കുട്ടികളായ മണികണ്ഠനോടും ഗോവിന്ദൻകുട്ടിയോടും മൈമുണ്ണിയോടുമൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അമ്പിളിക്ക് വേണ്ടിയുള്ള DD കൈമാറുന്നു. ആ DD എടുക്കാൻ പോയനെ കാണാനുമില്ലല്ലോ. DD എന്റെ കയ്യിലുണ്ടറിയാ. കേറ്റിക്കളയും. DD അല്ലടാ, DD. ഇന്നലെ കിട്ടിയ പൈസയില്ലേ? ഫുൾ ഔട്ട് ഓഫ് റേഞ്ച്. ഈശ്വരാ, കാത്തേക്കണേ. അയ്യപ്പൻ നമ്മുടെ മാനം കാത്തു. അതെ, അലക്കില്ല അപ്പാര സെൻസം. അമ്പുണ്ട്, വില്ലില്ല. നീ വില്ല് എവിടെ പോയി കണ്ടുപിടിക്കും? ഈ പൊത്തിനകത്ത് ഞാൻ കാണുമോ? വൃത്തിയിട്ടവനെ, ഞാൻ നടിയല്ലടാ, തലക്കൽ ചന്തുവാടാ. ചെറ്റവിടെ കൈയിട്ട് ചന്തക്ക് പിടിക്കുന്നത്. ഇവിടാണ് കരുതാന്ന്. അട കഴിഞ്ഞിട്ടുള്ള മാനേഷത്തിന് കേസ് കൊടുക്കാം. തെണ്ടികള് അലും പേരിയാണ്, അവരവർ തന്നെ മാനം കാത്തോളണം. എടാ മണികണ്ഠ, അതെ സമ്മേളനം കഴിഞ്ഞു, കളി തുടങ്ങാറായി. ചേച്ചി, അതിൽ എത്ര രൂപയുണ്ട്? അറിയില്ല, അങ്ങോട്ട് കൊടുക്കുമോ? ഇത് വെറും പേപ്പറല്ലോ. അയ്യോ, ഇത് വെറും കടലാസാണല്ലോ. ഈശ്വര, പറ്റിച്ചല്ലോ. ഇതിലൊന്നും എഴുതിയിട്ടില്ല, വെറും കടലാസ്. അയ്യോ, എന്താ ഇത്? ഏവരും
ഒച്ചയും കൂക്കുവിളിയുമില്ലാതെ നിശബ്ദരായിരിക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പഴശ്ശിത്തമ്പുരാൻ ഉടനെ ആരംഭിക്കുന്നതാണ്. അയ്യപ്പനത് എന്തൊക്കെ പറയുന്നത്? അണ്ണ പഞ്ചാര അര, റവ മുക്കാല്, മല്ലി വേണ്ട, ഉള്ളി മതി. ഇനി എന്തെങ്കിലും അല്ലേ വേണ്ട. എന്തിനാണ് ഇത് കളഞ്ഞത്? ചുണ്ട് പൊള്ളുന്നവരെ വലിക്കുന്നവനാ. സാമ്പത്തികം ഒരുപാടായോ? പോലീസ് പോലീസ് ഇവിടെ വാടാ. നീയല്ലടാ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ചത്? സാറേ, അന്നത്തെ സാഹചര്യം അങ്ങനെ പോയി, അതുകൊണ്ടാ. കേറ് കേറ് കേറാൻ. നീ ആരാ? കൂട്ടുകാരനാ. ഓ, അപ്പൊ ഒരുമിച്ചാ? കേറ്. കേറാ. ഇവിടെ കൊണ്ടുവന്ന് ജീപ്പി കയറുണ്ടാവും. കിട്ടോ? പോലീസ് വിളിച്ചോണ്ടാ എന്നെ അവരുടെ കണ്ണി പെടാഞ്ഞ ഭാഗ്യം. ഇനി മണികണ്ഠൻ എവിടെയാ പോലും. നമ്മൾ ചെന്ന അവന്മാരെ ഇറക്കി വിടൂ. പിന്നെ ഇറക്കി വിടാതെ എങ്ങനെ? കള്ളന്മാരെ മൊത്തോടെ പൂട്ട് കഴിഞ്ഞാൽ സ്റ്റേഷൻ അറിയാലേ. അതെ, ഇപ്പഴാ ഓർത്തത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, എനിക്ക് സ്റ്റേഷനിൽ കയറിക്കൂടാ. എന്തിനാടാ നീ പേടിക്കണേ? രാവിലെ എഴുന്നേറ്റ് നീ കുളിച്ച് ഓന്നമഹാന്ന് പറയാറില്ല? നഗ്മയല്ല, നമഹ. അത് തന്നെ, അത് മതി. ദേഹശുദ്ധി അല്ല വലുത്, മനഃശുദ്ധിയല്ലേ? അതെനിക്കും ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നേ? ഏതെങ്കിലും പോലീസ് കേൾക്കുന്നുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്. അവന്മാരെ ഒന്ന് രക്ഷിച്ചു തരാൻ പറ. വേറൊന്നും വിചാരിക്കരുത്. സത്യമായിട്ടും ഇന്ന് വെള്ളിയാഴ്ച ദിവസമായണ്ട, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ധൈര്യം ഇല്ലെങ്കിൽ നീ ഇവിടെ വന്നോ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. പിടി കിട്ടിയ ഒന്നും വരികയല്ലേ. നടന്നാ മതിയായിരുന്നു. പ്രേമലൂഷാശന്റെ കൂട്ടുകാരനല്ലേ? ആശാന്റെ 2 ശിഷ്യന്മാരെ ഇവിടുത്തെ CI വെറുതെ പിടിച്ചോണ്ട് ഇട്ടേക്ക. ഒന്ന് പറഞ്ഞ് തരപ്പെടുത്തി പറഞ്ഞു വിടാവോ? ആ CI ഒരു ചൂടത്തിയാടൂ. എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല, വേറെ കേസുണ്ടല്ലോ. അല്ല, അത് ഞാൻ പറയുന്നേ, ഇയാളൊക്കെ എന്തിനു നടക്കുന്ന? ഇയാൾക്ക് പേടിയായിരിക്കും. വേറെ വല്ലവനും ഉണ്ടോ നോക്കട്ടെ. ഞാനാണോ സാറേ? നീ ഇങ്ങ് വാടാ. Okay, I will do. നമസ്കാരം സ്വാമി. ഇരിക്കൂ. നമസ്കാരം. സ്വാമി പ്രത്യേകിച്ച് ഇങ്ങോട്ട്? സ്വാമി വന്ന് ഇനി ഇയാളെയും കൂടെ പിടിച്ച് ഇതിനകത്ത് ഇടൂ. ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവരെ വിട്ടയക്കണം. സ്വാമിയുടെ ആൾക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. റിലീസ് ദം. ഇനി അങ്ങനെ ഇതിനകത്ത് കയറ്റുമായിരിക്കും. നമസ്കാരം സ്വാമിജി. വരൂ. അയ്യപ്പേട്ട ചായ. പല്ല് വെച്ച് കഴിഞ്ഞിട്ട് പലഹാരം ചായ കൂടെ ഒരുമിച്ച് കഴിക്കാം. അതിന് കഞ്ഞിയാ. രാവിലെ ഒരെണ്ണം അടിച്ച അതിന്റെ സുഖം വേറെയാ. വേറെ എന്തിനു ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ശിഷ്യന്മാര് ഇതിന് ബുദ്ധിമുട്ട് വരുത്തില്ല. മണിച്ചേട്ടൻ എവിടെ? അവൻ ദേ വരാതിരുന്ന പത്രം വായിക്കുന്നുണ്ട്. ഒരു മണിക്കൂർ ചായ പത്രം തീർന്നിട്ടില്ല. നിക്കടിയോ? എത്ര വിലയുള്ള മുസ്ലിം പൗറാ കൃഷ്ണ. ഇതൊക്കെ കലക്കി കൊടുത്തിട്ട് ജനങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടോ? യഥാർത്ഥ ഗജമുത്ത് കണ്ടവരാരുണ്ട്? അതിന്റെ ഗുണം ഏതായാലും ഇതിലുണ്ട്. ഇത് ലോകവ്യാപകമായി വിൽക്കുന്നു. നമ്മൾ ജീവിക്കാനായി ഭക്തിയിൽ മായം ചേർത്ത് വിറ്റഴിക്കുന്നു. എന്റെ അല്ലാഹ്, ദീപസ്തംഭം മഹാശക്തി. നമ്മക്കും വേണ്ട പണം.
കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അറിയാം, ആവശ്യം എന്റേതായി പോയില്ലേ? അങ്ങനെ പറയരുത്. പ്രസാദം ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കാറുണ്ടല്ലോ. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, പ്രസാദം തന്നോളൂ. ഇതാ. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെന്താ മണികണ്ഠൻ ആലോചിക്കുന്നത്? പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്തരാം. ഡോക്ടർ കൈയൊഴിയാതിരുന്നാ മതി. എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. പിന്നെല്ലാം എനിക്കിന്ന് ഡോക്ടർമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെല്ലാം സമരം ചെയ്യാൻ പോവാണല്ലോ. കൂട്ടത്തിൽ കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. അവളച്ചാട്ടം കളിക്കാതെ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ. പോരടാ, നീ പോടേ. നീ എഴുന്നേറ്റേക്കാണ് ഒരറ്റത്തൊന്നും തുടങ്ങാം. ഇതൊക്കെ ഉള്ളൂ. പെട്ടെന്ന് നീ എത്രയെന്ന് എടുത്തു? എണ്ണിയാണോടാ മൂട്ടിക്കുന്നത്? എന്തായാലും നിന്നെക്കാൾ കൂടുതൽ ഞാനാ എടുത്തത്. അയ്യോ, ഞാൻ എന്നാ മറന്നു. ഞാൻ എണ്ണി നോക്കട്ടെ. 1 2 3 4 5 നോക്കാൻ നിൽക്കില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോകാൻ നോക്കണോ? ഒന്ന് വാടാ വാ, 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 വാ. കിടക്ക്. കുറെ നേരം പട്ടികളെല്ലാം കൂടി പറിച്ച് പറിച്ച്. നീ എന്തിനാ ഇവിടെ ഒച്ചിടണത്? മോഷ്ടിച്ച് വെച്ചിട്ട് എടാ മണികണ്ഠ, ദേ പോലീസ്. എടാ, ഇപ്പൊ ദേ പോലീസ്. എന്താടോ ഹെൽമെറ്റ് ഇല്ലേ? പോലീസൊക്കെ കണ്ടില്ല. ഇനി എന്ത് ചെയ്യാനാ? ഐഡിയ ഉണ്ട്. എല്ലാരും തലയിലെ കെട്ടഴിച്ചേ. അയ്യപ്പോ പറയണ്ട. അയ്യപ്പോ പറയണ്ടാ. ശരണം വിളിക്കാൻ. അയ്യപ്പോ സ്വാമി. അയ്യപ്പോ സ്വാമി. അയ്യപ്പോ സ്വാമി. സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി. അയ്യപ്പോ സ്വാമി. ഇവരിനി എപ്പോ നടന്ന് മല കയറാനല്ലേ? എന്റെ ചീട്ടുകളി ഭഗവതി ക്ലാവര് റാണി കൺമണി നിന്റെ കിണറ് കൊണ്ട് കുഴഞ്ഞു. മോനെ ആകമൊത്തട്ടാ. അത് കണ്ടാലറിയാം. ഈ പല്ലുപോയ സിംഹത്തിനും തൊപ്പിപോയ പോലീസിനും ഒരു വിലയില്ലാന്ന് പറയുന്നത് എല്ലാവരും എല്ലാവരും അങ്ങോട്ടാണോ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഓടിയാലോ? അവരെവിടെ പോടാ? ഓടി ഊപ്പട് വന്നു. ആരാണ് അവിടെ ചീട്ട് കളിച്ചത്? അറിയില്ല. ഇയാൾക്കെന്താ തലയ്ക്ക് ഭ്രാന്ത? മെറ്റില് ഒരു കളിക്കുന്നു പോലീസ് വന്നപ്പോ. താങ്കൾ പോലീസിലുണ്ടായിരുന്ന ആളല്ലേ? സത്യം പറയണം. അതുകൊണ്ടാ പറയുന്ന അറിയില്ല.